അത് പൂട്ടിട്ടിരിക്കുകയല്ലേ? തിങ്കൾ മുതൽ ശനി വരെ ജനറൽ ആശുപത്രിയിൽ ഒപിയിലെത്തുന്ന ആളുകളുടെ എണ്ണം മാത്രം 4000-ന് മേൽ. ഇത്തരക്കാരുടെ പ്രാഥമിക ആവശ്യങ്ങളെ കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നതാണ്. അത്യാഹിത വിഭാഗത്തിലെത്തുന്നവർക്ക് ഉപയോഗിക്കാവുന്ന ശൗചാലയം ഇങ്ങനെ അടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി. അത്യാവശ്യക്കാർക്ക് B&C ബ്ലോക്കിലേക്ക് പോകാം. അതാകട്ടെ സന്ദർശന നിയന്ത്രണമുള്ള ഭാഗവും. OP ടിക്കറ്റ് കൗണ്ടറിന് ഇടതുവശത്ത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ഇടമുണ്ട്. രൂക്ഷഗന്ധമാണ് ഇവിടേക്ക് ആളുകളെ വഴി നടത്തുന്നത്. അകം കണ്ടാൽ മനം മടുക്കും. ബിവറേജസിൽ നിന്നും ചെറുതു വാങ്ങി പലരും ഇവിടെ എത്തി വെള്ളം ചേർത്തടിക്കാറുണ്ടെന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ ഒഴിഞ്ഞ കുപ്പികൾ. ആരോഗ്യവകുപ്പ് മന്ത്രി MLA ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ അവർക്ക് പോലും ഇത് കൃത്യമായി ഒന്ന് മോണിറ്റർ ചെയ്യുവാനോ മറ്റു കാര്യങ്ങൾ ചെയ്യുവാനോ സാധിക്കുന്നില്ല. നഗരസഭയുടെ അധീനതയിലുണ്ടായിരുന്ന ഈ ആശുപത്രി അതിൽ നിന്നും മാറി ജില്ലാ പഞ്ചായത്തിന് കൊടുത്തിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ അധികാരികൾ പോലും ഇതൊന്നും സന്ദർശിക്കുവാൻ തയ്യാറാകുന്നില്ല. ഈ അവസ്ഥയൊന്ന് മാറ്റുവാൻ വേണ്ടി എന്തെങ്കിലും ഒരു ക്രമീകരണം ചെയ്യുവാൻ അവർ തയ്യാറാകുന്നില്ല. അതേസമയം അത്യാഹിത വിഭാഗത്തിന് സമീപമുള്ള ശൗചാലയത്തിൽ നിന്നും വെള്ളം ഒഴിഞ്ഞു പോകുന്നതിന് തടസ്സം നേരിട്ടതിനാലാണ് അത് പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് ആശുപത്രി സൂപ്രണ്ട് വിശദീകരിച്ചു. രോഗികൾക്കും ജീവനക്കാർക്കുമായി 5 മുറികളിൽ പുതിയ ശൗചാലയം നിർമ്മിക്കാനുള്ള പദ്ധതി ടെൻഡറിലേക്ക് അടുത്തു വരികയാണെന്നും അധികൃതർ വിശദീകരിക്കുന്നു. ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.